നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ബി അശോകും എൻ പ്രശാന്തും തിരികെ സർവീസിലേക്ക്. സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ സുരേഷ് കുമാറിന്റെ പുസ്തകം. VS സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കിയത് പിണറായി വിജയൻ. 2011 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും ആരോപണം. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ചൊവ്വാഴ്ച. മർദ്ദന ദൃശ്യങ്ങൾ 20 തവണ കണ്ട് കോടതി. മൊഴിയെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പൊട്ടിക്കരഞ്ഞ് ഗ്രേഡ് SIമാർ. ഫയലുകൾ തിരുത്തിയത് ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം. ഇ ശ്രീധരന്റെ അതിവേഗ പാത പദ്ധതി പഠിക്കാൻ സർക്കാർ 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഗതാഗത സെക്രട്ടറി അധ്യക്ഷൻ. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ CPIയെ കൈവിട്ട് CPM കേന്ദ്ര നേതൃത്വവും. തീരുമാനം കേരള ഘടകമെടുക്കട്ടെ എന്ന MA ബേബി. പ്രതികരണം പ്രശ്നത്തിൽ ഇടപെടണമെന്ന D രാജയുടെ ആവശ്യത്തിന് പിന്നാലെ. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രത. ഈ മാസം 8 വരെ ശക്തമായ മഴ തുടരും. ജന്തർ മന്ദറിൽ കോക്രോച്ച് പാർട്ടിയുടെ പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. വിദ്യാഭ്യാസ മേഖലയിലെ ഡിജിറ്റലൈസേഷൻ അടക്കം 5 ആവശ്യങ്ങളും. പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ ഡൽഹിയിലെത്തിയത് അമേരിക്കയിൽ നിന്ന്. രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിൽ. തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണത്തിൽ പ്രതിപിടിയിൽ. അറസ്റ്റിലായത് തകരപ്പറമ്പ് കുട്ടൻ. മകനെയും അച്ഛനെയും റോഡിലിട്ട് തല്ലിച്ചതച്ചത് വാഹനത്തിന് സൈഡ് ചോദിച്ചതിന്. അമ്മയിലെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി. പ്രസിഡന്റ് ശ്വേത മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും സമിതിയിൽ. രമേശ് പിഷാരടിയും മുത്തുമണിയും പൊന്നമ്മ ബാബുവും അംഗങ്ങൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPMന് തിരിച്ചടി. നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കണ്ടെത്തൽ. വിചാരണ നേരിടേണ്ടത് 28 പ്രതികൾ. KPCC നേതൃയോഗത്തിൽ സണ്ണി ജോസഫിന് വിമർശനം. സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിനെതിരെ നേതാക്കൾ. ബന്ധു നിയമനമെന്ന ആക്ഷേപത്തിന് ഒരുക്കിയെന്ന് കുറ്റപ്പെടുത്തൽ. വിമർശനമുണ്ടായില്ലെന്ന് സണ്ണി ജോസഫ്. വൈഭവ് സൂര്യവംശി 2020 ഇന്ത്യൻ ടീമിൽ. ശ്രേയസ് അയ്യർ ടീം ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവ് ടീമിൽ നിന്നും പുറത്ത്. സഞ്ജു സാംസൺ തുടരും. IAS ഉദ്യോഗസ്ഥരായ B അശോകിന്റെയും N പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. പ്രശാന്ത് സർവീസിൽ തിരികെ എത്തുന്നത് 2 വർഷത്തിന് ശേഷമാണ്. B അശോക് 1.5 മാസത്തോളമായി സസ്പെൻഷനിലാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, പിണറായി സർക്കാരിനെ വിമർശിച്ചതിന്, അവർക്കെതിരെ നിന്നതിനാണ് നമുക്കറിയാം ഈ 2 ഉദ്യോഗസ്ഥരും പുറത്തായിരുന്നത്. ഇപ്പോൾ അവർ തിരിച്ചു വരുന്നു. എന്ത് സന്ദേശമാണ് VD സതീശൻ സർക്കാർ നൽകുന്നത്? UDF സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ പിൻവലിക്കുമെന്ന് കരുതിയ 2 സസ്പെൻഷനുകളാണ് ഒരു മാസം തികയുന്നതിന് തൊട്ടു മുമ്പ് പിൻവലിക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, തുടർച്ചയായി പിണറായി വിജയൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച N പ്രശാന്തിനെ 2 വർഷം മുമ്പാണ് ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത്. അതിന് പിന്നാലെ സസ്പെൻഷൻ കാലാവധി പിന്നിട്ടതോടെ, പൂർത്തിയായതോടെ അദ്ദേഹത്തെ വീണ്ടും സമാനമായ കുറ്റം ആരോപിച്ച് വീണ്ടും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ സസ്പെൻഷൻ കാലാവധി ഏതാണ്ട് 2 വർഷം കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതിനു പിന്നാലെ B അശോകിനെതിരെ കൂടി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം പരസ്യമായും അല്ലാതെ സമൂഹ മാധ്യമത്തിലും പങ്കുവച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് B അശോകിനെതിരെയും സർക്കാർ നടപടിയെടുക്കുന്നത്. അങ്ങനെയാണ് 1.5 മാസം മുമ്പ് B അശോകിനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ 2 സസ്പെൻഷൻ ഉത്തരവുകളും പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായ ഇതിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായ ഉത്തരവ്
വൈകാതെ തന്നെ പുറത്തിറങ്ങും. LDF-നെ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി കൊടുക്കുന്ന നടപടിയായി ഇത് മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കാൻ 13 മണ്ഡലങ്ങളിൽ പിണറായി വിജയൻ തോൽപ്പിച്ചുവെന്ന് VS-നൊപ്പം എന്റെ ദിനങ്ങൾ എന്ന പുസ്തകത്തിൽ സുരേഷ് കുമാർ. VS പറഞ്ഞ കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളതെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. രത്തൻ ഖേൽക്കറെ കുറിച്ച് എഴുതിയ ഓരോ വരികൾക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോഴത്തെ പദവി വെച്ചല്ല താൻ രത്തൻ ഖേൽക്കറെ കുറിച്ച് പറഞ്ഞത്. പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവുമായി സഹകരിക്കുമെന്നും സുരേഷ് കുമാർ പറഞ്ഞു. എന്റെ ഉദ്ദേശം ഒരു കോൺട്രവേഴ്സി ജനറേറ്റ് ചെയ്യാനായിരുന്നില്ല. VS കടന്നുപോയ കാലഘട്ടത്തിൽ എന്തായിരുന്നു അദ്ദേഹം റിയലായിട്ട് ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ, അത് ഒരു കലർപ്പുമില്ലാതെ ഒരു അംശം പോലും വിട്ടുപോകാതെ എഴുതണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ പേജ് നോക്കിയോ കൃത്യമാണ്, അങ്ങനെയാണ് പറഞ്ഞത്. 14 മണ്ഡലങ്ങൾ പറഞ്ഞു. അതിൽ ഒരെണ്ണം മാത്രമേ ഉദാഹരണമായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളൂ. പുസ്തകത്തിൽ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, യു ക്യാൻ റീഡ് ദ ബുക്ക്. അതിനകത്ത് മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അനുഭവം, ഞാൻ നേരിട്ട് കണ്ടതും ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണത്. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ 2020 ക്യാപ്റ്റനായി ചുമതലയേറ്റു. വരാൻ പോകുന്ന അയർലൻഡ്, ഇംഗ്ലണ്ട് സീരീസുകളിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിനെ നയിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസും ശ്രേയസിന്റെ ക്യാപ്റ്റൻസിയിലായിരിക്കും. സഞ്ജു സാംസൺ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറാകും. സൂര്യകുമാർ യാദവിന്റെ സ്ഥാനം നഷ്ടമായി. വണ്ടർകിഡ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലെത്തി. നിർണായകമായ തലമുറ മാറ്റം ഇന്ത്യൻ ടീമിൽ അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. 3 പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് ഇന്ത്യൻ ടീം നടത്തിയിരിക്കുന്നത്. അയർലൻഡിനുമെതിരെയും ഇംഗ്ലണ്ടിനുമെതിരായ സീരീസിൽ 3 നിർണായക മാറ്റങ്ങൾ. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി സ്ഥാനവും പോകുന്നു. പകരം ശ്രേയസ് അയ്യർ ഇന്ത്യൻ T20യുടെ ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കുകയാണ്. 2023 അവസാനം T20 കളിച്ച ശ്രേയസ് അയ്യർ ഇതാ 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരികെ എത്തുമ്പോൾ ക്യാപ്റ്റൻസിയോടെ മടങ്ങിയെത്തുന്നു എന്നുള്ളതും ചരിത്രമാണ്. മറ്റൊരു ചരിത്രം കുറിക്കപ്പെടുന്നത് 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ മെൻസ് T20 ടീമിലേക്ക് ഇടം പിടിക്കുന്നു എന്നുള്ളതാണ്. റെക്കോർഡാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഇന്ത്യൻ ടീമിലേക്ക് ഇടം പിടിക്കുന്നു എന്നുള്ള റെക്കോർഡിന് വൈഭവ് സൂര്യവംശിയുടെ പേരിൽ എഴുതി ചേർക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസ് പറയുമ്പോൾ സൂര്യകുമാർ യാദവിന്റെ ചേഞ്ചും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ വർഷം T20 ലോകകപ്പ് നൽകിയ ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻസി സ്ഥാനം മാത്രമല്ല, അദ്ദേഹത്തിന്റെ 16 അംഗ സ്ക്വാഡിൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്ന വ്യക്തി ഇത്തവണ ഫസ്റ്റ് വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായിട്ട് നിലനിൽക്കാൻ പോവുകയാണ്. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അക്സർ പട്ടേലിൽ നിന്നും വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം തിലക് വർമ്മയിലേക്കും പോവുകയും ചെയ്യുന്നു. പക്ഷേ നിർണായകമായ ഒരു ചോദ്യം, വൈഭവ് സൂര്യവംശി ടീമിലേക്ക് വരുന്നതോടുകൂടി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വൈഭവ് വരും. അങ്ങനെയാണെങ്കിൽ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഇവരിൽ ഒരാളുടെ സ്ഥാനം നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ്. ആർക്കുമേൽ കൈവയ്ക്കും BCCI? അഭിഷേക് ശർമ്മ ലോക 1-ാം നമ്പർ T20 ബാറ്ററാണ്. അഭിഷേക് ശർമ്മയുടെ പൊസിഷൻ മാറ്റുമോ, അതോ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി നിലനിൽക്കുന്ന സഞ്ജു സാംസന്റെ പൊസിഷൻ മാറ്റാനായിരിക്കുമോ BCCI മുന്നോട്ട് വെക്കുന്ന കാര്യം എന്നുള്ളതും വളരെ നിർണായകമാണ്. എന്തായാലും പ്രിൻസ് യാദവിന്റെ ഇൻക്ലൂഷൻ ടീമിലേക്ക് വരുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോഴേക്കും മുഹമ്മദ് സിറാജിന് പകരം ജസ്പ്രീത് ബുംറ ടീമിൽ ഇടം പിടിക്കുന്നു. പ്രിൻസ് യാദവ് ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ 15 അംഗ സ്ക്വാഡാണ് ഏഷ്യൻ ഗെയിംസിൽ. അയർലൻഡ് ഇംഗ്ലണ്ട് മത്സരത്തിൽ സീരീസിൽ 16 അംഗ സ്ക്വാഡുമായിട്ട് നിലനിൽക്കുന്നു. അക്സർ പട്ടേൽ ടീമിലുണ്ട്. രവി ബിഷ്ണോയാണ് റൈറ്റ് ആം ലെഗ് സ്പിന്നറായിട്ട് ടീമിൽ വരുന്നത്. ശിവം ദൂബെ ഓൾറൗണ്ടേഴ്സിൽ നയിക്കും. ഇംഗ്ലണ്ട് അയർലൻഡ് സീരീസിൽ മുഹമ്മദ് സിറാജ് പേസ് അറ്റാക്ക് നിരയെ നയിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇതിൽ 11 പേരിൽ 5 പേർ പുറത്താവുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ നിർണായകമാണ്. എല്ലാവരും ടാലന്റഡായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ നിർണായകമായ 3 ചേഞ്ചസ്, ശ്രേയസ് അയ്യർ ആവട്ടെ 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ഫ്രാഞ്ചൈസിനെ കപ്പിലേക്ക് നയിച്ച ക്യാപ്റ്റൻ, 2025 പഞ്ചാബ് കിങ്സിനെ ഫൈനലിലേക്ക് കൊണ്ടെത്തിച്ച ക്യാപ്റ്റൻ. പക്ഷേ 2026 അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാപ്റ്റൻസി മികവ് ലീഗിലെ ആദ്യത്തെ 7 മത്സരങ്ങളിൽ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള 7 മത്സരങ്ങളിൽ 6 പരാജയപ്പെടുന്ന പഞ്ചാബ് കിങ്സിനാണ് കാണാൻ സാധിച്ചത്. പ്ലേ ഓഫ് ഉറപ്പിച്ചിരുന്ന പഞ്ചാബ് പിന്നീട് പ്ലേ ഓഫ് പോലും കാണാതെ പുറത്താവുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ എന്നാൽ പോലും ശ്രേയസ് അയ്യറിന്റെ ക്യാപ്റ്റൻസിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല BCCI. ശ്രേയസ് അയ്യർ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം T20 ടീമിലേക്ക് ഇടം പിടിക്കുമ്പോൾ ക്യാപ്റ്റൻസിയോടുകൂടി തന്നെയാണ് അദ്ദേഹം തിരികെ ടീമിലേക്ക് വരുന്നത്. തലസ്ഥാനത്ത് മകനെയും അച്ഛനെയും നടുറോഡിൽ തല്ലിച്ചതച്ച ഗുണ്ട പിടിയിൽ. തകരപ്പറമ്പ് കുട്ടനാണ് പിടിയിലായത്. +2 വിദ്യാർത്ഥിയെ നിലത്തിട്ട് ഗുണ്ടാസംഘം ചവിട്ടുകയും ചെയ്തിരുന്നു. BSL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. കുട്ടന്റെ വാഹനം മാറ്റാൻ ഹോൺ മുഴക്കിയതിനാണ് മർദ്ദിച്ചത്. ഗുണ്ടകൾ സഞ്ചരിച്ച വാഹനവും കണ്ടെടുത്തു. ഇന്നലെ രാത്രി കൈതമുക്കിലായിരുന്നു അച്ഛനെയും മകനെ ട്യൂഷന് കൊണ്ടുപോയി തിരിച്ചു വന്ന വഴിയിൽ BSL ജീവനക്കാരൻ കൂടിയായ രാജേഷിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും അതിക്രൂരമായി ഗുണ്ടാസംഘം മർദ്ദിച്ച് 2 പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. തകരപ്പറമ്പ് കുട്ടൻ, ശ്യാംകുമാർ എന്ന തകരപ്പറമ്പ് കുട്ടനും മറ്റൊരാളും ഇവർ അതിക്രൂരമായി മർദ്ദിച്ചു. വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടതിൻ്റെ
ദേഷ്യത്തിലാണ് മർദ്ദനമെന്നാണ് രാജേഷ് വ്യക്തമാക്കുന്നത്. 2 കാറുകൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചിട്ടൊന്ന് മാറി തരാൻ പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യാതൊന്നും, അല്ല നമ്മൾ ബൈക്കിലായിരുന്നു, പിന്നെ ഹോൺ അടിച്ചിട്ടൊന്ന് മാറ്റി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിക്കൊണ്ട് വന്നിട്ട് എന്തടാ എൻ്റെ ഫ്രണ്ടുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാലാടാന്ന് പറഞ്ഞിട്ട് എന്നെ മൃഗമായിട്ട് ഇടിച്ച്, അതായത് എൻ്റെ ബാക്കിൽ ഇടിച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇടിച്ചപ്പോൾ എൻ്റെ തല കറങ്ങി ഞാൻ വീണ. മോനെ അവരെടുത്തിട്ട് ചവിട്ടി തറയിട്ട് അവൻ്റെ നെറ്റിയിലൊക്കെ എടുത്തിട്ട് ചവിട്ടുന്നത് കണ്ടത്. അപ്പോൾ ആൾക്കാർ ഓടി വരുന്നത് കണ്ട് ഇവർ ഇടിച്ച അയാൾ ഓടയും, മറ്റേ ഈ തകരപ്പറമ്പ് കൂട്ടെന്ന് പറഞ്ഞാൽ ആ ഗുണ്ട അവിടെ നിന്ന് ഷോ കാണിച്ച് അതുവഴി ശ്രീകണ്ഠേശ്വരം കോവിൽ വഴി നടന്നു പോകരുത്. അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ട് ഇറങ്ങിയ മകനെയും +1 വിദ്യാർത്ഥിയും അതിക്രൂരമായാണ് ഇവർ മർദ്ദിച്ചത്. റോഡിലിട്ട് ചവിട്ടി അരച്ചു എന്ന് കുട്ടി പറയുന്നു. എന്നെ അങ്ങനെ ഒന്നും പറയാതെ അടിച്ച് 2 പേരും വേഗം ചാടി വന്ന് ഇവിടെ വണ്ടി കൂട്ടുകാരനെ സംസാരിക്കണമെന്ന് കണ്ടുവിടണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വണ്ടിയിൽ നിന്ന് ചവിട്ടിയിട്ടപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് വേഗം എന്നെ ആക്രമിക്കാൻ തുടങ്ങി. 2 പേരും കൂടെ ചേർത്ത് എൻ്റെ ഒരാൾ കൈ പിടിച്ച് വെച്ചിട്ട് മറ്റേ ആൾ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഇടപെട്ടില്ല. എല്ലാവരും വിടറാന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ട് മോന്തയിലിട്ട് കുറേ തവണ ചവിട്ടി തന്നു. നേരത്തെ കണ്ടിട്ടുണ്ടോ മോനി? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഇത് കാണുന്ന ഇയാള്. പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പോലീസ് പ്രതികളിലേക്ക് അന്വേഷണം പോയില്ല. മാത്രമല്ല ഇന്ന് രാവിലെയും SI ഈ കുട്ടിയുടെ അമ്മയെ ഫോണിൽ വിളിച്ച് പരാതിയുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഒരു കൊച്ചു കുട്ടി മീൻസ് അതിനെ ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുട്ടിയെ ഇങ്ങനെ അടിക്കുമ്പോൾ പരാതി ഉണ്ടാവില്ല, അതെന്തെങ്കിലും ചെയ്തിട്ടാണോ? ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഇതുണ്ടായത്. അപ്പം എന്നോട് ചോദിക്കുവാണ് പരാതി ഉണ്ടോ എന്ന്. അതിന് ചതച്ചരച്ച് അവിടെ ഇട്ടേക്കുവാണ്. അപ്പം പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. പേര് പറഞ്ഞില്ല, എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, പരാതി ഉണ്ടോ എന്ന്. വാർത്ത വന്നതോടുകൂടി പോലീസ് പതിവ് പോലെ ഉണർന്ന് പ്രവർത്തിച്ചു. പിന്നീട് വീട്ടിലെത്തി മൊഴിയെടുത്തു. സംസ്ഥാന പോലീസ് മേധാവി ഇടപെട്ടു. വൈകുന്നേരത്തോടുകൂടി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി കുട്ടനെ അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതിക്ക് വേണ്ടി അന്വേഷണം ഉചിതമായെന്നാണ് പോലീസ് പറയുന്നത്. BSNL ജീവനക്കാരായ രാജേഷ് അയാളുടെ മകനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ഗുണ്ട തകരപ്പറമ്പ് കുട്ടൻ ശ്യാംകുമാർ, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു പ്രതി കൂടെ ഉണ്ട്. ആ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണ്. കുട്ടൻ്റെ പേര് കൺഫേം ചെയ്യാനുണ്ട്, അന്വേഷണത്തിൽ കൺഫേം ചെയ്യാനുണ്ട് ആരാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതിനുവേണ്ടി പ്രതിയെ കൊണ്ടുപോകും. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുന്നു. മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. എന്നാൽ നാളെ പ്രഖ്യാപിച്ചിരുന്ന അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴയെന്നാണ് പുതിയ പ്രവചനം. ബന്ധു നിയമനത്തെ ന്യായീകരിച്ച് വീണ്ടും മന്ത്രി സണ്ണി ജോസഫ്. ദൗർഭാഗ്യകരമായ വിവാദമാണ്. ബന്ധു എന്ന നിലയിലല്ല നിയമനം. തെരഞ്ഞെടുപ്പിൽ ചീഫ് ഏജന്റായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ബെന്നി തോമസിനെയാണ് നിയമിച്ചത്. EB ജയരാജന്റെയും KT ജലീലിന്റെയും ബന്ധു നിയമനം കോർപ്പറേഷൻ ബോർഡ് ഉന്നത സ്ഥാനങ്ങളിലായിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഏതായാലും ഇന്നത്തെ മീറ്റിംഗിൽ ചില ചാനലിൽ കണ്ടു എന്നെ നിശിതമായിട്ട് വിമർശിച്ചു. അത് പറയേണ്ടത് വിഷ്ണു ഷാഫിയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പത്രക്കാരെ കണ്ടേക്കാന്ന് പറഞ്ഞത്. കാരണം അങ്ങനത്തെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഇങ്ങനെ അനാവശ്യമായി പ്രചരിപ്പിക്കേണ്ട ഇതിൽ നിന്നും പിന്തിരിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്തവരാണ്. KPCC പ്രസിഡന്റിനെതിരെ അവിടെ ആരുടെയും ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. KPCCയുടെ വിശാല നേതൃയോഗത്തിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വാർത്തകൾക്കും വിമർശനങ്ങൾക്കും എതിരെ പ്രതിരോധം തീർത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. പരീക്ഷയും അഭിമുഖവും നടത്തിയല്ല പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളെ നിയോഗിക്കുന്നത്. അത് വ്യക്തിപരമായി തൻ്റെ സൗകര്യവും അതോടൊപ്പം മന്ത്രി എന്ന നിലയിൽ തനിക്ക് നേരിട്ട് നടത്താൻ അവകാശമുള്ള ഒരു നിയമനവുമാണ്. അങ്ങനെ ഒരു നിയമനമാണ് നടത്തിയിരിക്കുന്നത്. തനിക്ക് വേണമെങ്കിൽ തൻ്റെ അനുജനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാമായിരുന്നു. പക്ഷേ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനാണ് ബെന്നി തോമസ്. അതുമാത്രമാണ് പരിഗണനാ വിഷയമായത്. മാത്രമല്ല തൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൂടുതൽ വിശ്വസ്തയോടെ അത് കൈകാര്യം ചെയ്യാൻ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നൊരു ബോധ്യം കൂടി ആ തീരുമാനത്തിന് പിന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് പോലും സഭയിൽ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. മാധ്യമങ്ങളാണ് ഈ വിഷയത്തിൽ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് എന്നുകൂടി സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. KPCC നേതൃയോഗത്തിൽ
യോഗത്തിൽ അദ്ദേഹം രാജ്യസന്നദ്ധ ദേശീയ നേതൃത്വത്തെ അറിയിച്ച കാര്യം വ്യക്തമാക്കിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇനി ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരക്കാരനായി ആരെത്തുമെന്ന അഭ്യൂഹങ്ങൾ ഒരു വശത്ത് സജീവമാകുന്നതിനിടയിലാണ് സണ്ണി ജോസഫ് വീണ്ടും രാജ്യസന്നദ്ധ ദേശീയ നേതൃത്വത്തെയും താൻ രാജിവെച്ചൊഴിയാൻ തയ്യാറാണെന്ന കാര്യം നേതൃയോഗത്തെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ അധികാരമേറ്റ് ഒരു മാസം പിന്നിടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും പാർട്ടിയെ നയിക്കേണ്ടത് ആരെ എന്ന ചോദ്യം വൈകിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവിടെ അടിയന്തരമായി തന്നെ KPCCയുടെയും ഒപ്പം മറ്റ് 2 വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും ഭാരവാഹികളായ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട DCC അധ്യക്ഷന്മാരുടെയും ഒക്കെ കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തന്നെ നടത്തുമെന്നാണ് സൂചന. അമ്മയിലെ പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക സമിതി. സംഘടനയ്ക്കുള്ളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സമിതി. സമിതിയിൽ MLA രമേശ് പിഷാരടിയുമുണ്ട്. മുത്തുമണി, പൊന്നമ്മ ബാബു എന്നിവരും അംഗങ്ങളാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും സമിതിയിലുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPM നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. നേതാക്കൾക്കെതിരെ തെളിവുണ്ട്. MM വർഗീസ്, K രാധാകൃഷ്ണൻ, AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളാണ് വിചാരണ നേരിടേണ്ടത്. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന CPIയുടെ ആവശ്യത്തിൽ CPM ദേശീയ നേതൃത്വവും കൈയൊഴിഞ്ഞു. CPIയുടെ ആവശ്യം കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പ്രശ്നത്തിൽ ഇടപെടണമെന്ന് CPI ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടപ്പോഴാണ് MA ബേബിയുടെ പ്രതികരണം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെയുള്ള തർക്കം കേന്ദ്ര നേതൃത്വം ഇടപെടിച്ച് പരിഹരിക്കാമെന്ന CPI സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷയും മങ്ങുകയാണ്. MA ബേബി 2 തവണ CPI ജനറൽ സെക്രട്ടറി D രാജ ഒരു തവണ ഫോണിലും മറ്റൊരിക്കൽ നേരിട്ടും ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ ഇടപെടണം, ഉപനേതൃ പദവി CPI തന്നെ വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. എന്നാൽ 2 തവണയും ബേബി കൈയൊഴിയുകയാണ് ചെയ്തത്. അത് കേരളത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണ്, ദേശീയ നേതൃത്വം ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് ബേബി കൈ കഴുകിയതോടുകൂടി ഈ പ്രശ്നം വീണ്ടും സങ്കീർണമാവുകയാണ്. മുന്നണി ബന്ധത്തെ വലിയ രീതിയിൽ ഇതിനകം തന്നെ ഉലച്ചിലുണ്ടാക്കിയ ഒരു വിഷയമാണ്. ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച CPI ആയിരുന്നു നിയമസഭയിൽ റൂൾ 50 നോട്ടീസ്, അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കേണ്ടത്. അതവർ ഏറ്റെടുത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് റൂൾ 50 നോട്ടീസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിയമസഭാ നടപടിക്രമങ്ങളെ പോലും ബാധിക്കുന്ന, അവിടുത്തെ സഹകരണത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് പ്രശ്നം വഷളാവുകയാണ്, രൂക്ഷമാവുകയാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ടെന്നാണ് CPMന്റെ നിലപാട്. ഉപനേതാവ് പദവി CPMന് അർഹതപ്പെട്ടതാണ്, കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ്, അതെന്തിനാ വിട്ടുകൊടുക്കണമെന്ന് CPM ചോദിക്കുന്നു. എന്നാൽ നിരന്തര അവഗണന, ഇത് ആർക്കും ഒരു നഷ്ടവുമില്ലാത്ത ഒരു പദവിയാണ് ഉപനേതൃ പദവി. അതിൽ എന്തിന് CPM പിടിവാശി വീണ്ടും ചെലുത്തുന്നു? അങ്ങനെയെങ്കിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകാതെ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക, ഏതറ്റം വരെ പോയും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക, അതാണ് CPIയുടെ നിലപാട്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി ഇപ്പോൾ ഈ വിഷയത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടവേള. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് 2 കുട്ടികൾ മരിച്ചു. ഇരുവരും സഹോദരങ്ങളാണ്. അടൂർ PHCക്ക് സമീപത്തുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, കഴിഞ്ഞ ദിവസം ഒരു അപകടം തലനാഴിഴയ്ക്കാണ് ഒഴിഞ്ഞുപോയത് കാസർഗോട്ട്. ഇപ്പോൾ ഒരു ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു, അല്ലേ? അതെ രഞ്ജിത്തെ, അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഇപ്പോൾ അടൂർ പെലമറുവ എന്ന സ്ഥലത്ത് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് ഒരു വീടിന്റെ മതിലിടിഞ്ഞ്, മാത്രമല്ല ഇവര് 3 കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 കുട്ടികൾ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അബൂബക്കറിന്റെ മക്കളായ മുൻസിർ 10 വയസ്സ്, മുസമ്മിൽ 14 വയസ്സ് എന്നിവരാണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചത്. ഈ മണ്ണും അതുപോലെ തന്നെ ഒരു ഷെഡും ഈ മതിലും അപ്പാടെ ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം ഭീകരമാണ് ആ ഒരു അവസ്ഥ എന്ന്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഒരു 10 മണിയോടുകൂടി പെയ്യാൻ തുടങ്ങിയ മഴയാണ്. ഇതുവരെ ആ മഴ അതേ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ റെഡ് അലർട്ടൊക്കെ ഉണ്ട്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു.
ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം. ഇതൊരു അതിർത്തി പ്രദേശമാണ്, കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ അടൂർ എന്ന് പറയുന്ന പെലമറുവിലാണ് ഇത്തരത്തിൽ 2 കുട്ടികളുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊരു കുട്ടിക്ക് പരിക്കുമുണ്ട്. എന്നാലും ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു, ആ ഷെഡും അപ്പാടെ ഇവരുടെ ദേഹത്തേക്ക് വീഴുന്ന സാഹചര്യമാണ്. ഇവിടെ ഈ അവധി ദിനങ്ങളിലൊക്കെ കുട്ടികൾ കച്ചവടം നടത്താറുണ്ട്. അങ്ങനെ കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ മതിലിടിഞ്ഞ് ഈ ഷെഡിന്റെ മുകളിലേക്ക് വീഴുകയും അവരുടെ ദേഹത്ത് മുഴുവൻ ആ തരത്തിൽ മണ്ണും ചെളിയും വീഴുന്ന സാഹചര്യമായുണ്ടായത്. 2 കുട്ടികളും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ ദുരന്തം ഒഴിവായത് തലനാരിഴക്കാണ്, ഒരു സ്കൂളാണ്. സ്കൂളിന് സമീപത്തുള്ള വലിയ കൂറ്റൻ മതിലാണ് ഇടിഞ്ഞു വീണത്. ആ ദൃശ്യം ഇപ്പോഴും ആ ഭീകരമായ ദൃശ്യം ഇപ്പോഴും മനസ്സിലുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു മതിലിടിഞ്ഞ് ഇത്തരത്തിൽ ദാരുണമായ 2 കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത്. ശരി ബൈജു. കഴിഞ്ഞ ദിവസം അവിടെ കൂറ്റൻ മതിലിടിഞ്ഞ് വീണ കാസർഗോഡ് കാഞ്ഞങ്ങാട് UBMC സ്കൂൾ പരിസരത്ത് അപകട ഭീഷണി ഉയർത്തി മറ്റൊരു കൂറ്റൻ മതിൽ കൂടിയുണ്ട്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തരത്തിലാണ് മതിൽ നിൽക്കുന്നത്. വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കാഞ്ഞങ്ങാട് നഗരമധ്യത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം കൂറ്റൻ മതിലിടിഞ്ഞു വീണത്. നടുക്കുന്ന ദൃശ്യങ്ങളാണ് അത് എന്ന് പറയേണ്ടി വരും. ഏതായാലും ആ പരിസരത്തിന് അതിന് സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയും വലിയ അപകടാവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു കൂറ്റൻ മതിൽ ഇത് ഏത് സമയത്തും ഇടിഞ്ഞ് താഴേക്ക് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് ഇന്നലെ മതിലിടിഞ്ഞ് വീണത് അതിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഇത്തരം അപകടം. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴി കൂടിയാണിത്. അതോടൊപ്പം നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വലിയ ഭീതിയിലാണ്. മഴ ശക്തമായി ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകും. അപ്പോൾ വലിയ അപകടാവസ്ഥയിലാണുള്ളത്. നമ്മളിപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിൽ ഈ കഴിഞ്ഞ ദിവസമാണ് കൂറ്റൻ മതിൽ ഇതിൽ ഇടിഞ്ഞു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇത് കഴിഞ്ഞ ദിവസം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറിയിട്ടാണ് ഈ മതിലിൻ്റെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാൻ പറ്റും. അവിടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷം ഇതിൻ്റെ തൊട്ടുമുട്ടിയിട്ട് ഇതിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ വർഷം പൊളിഞ്ഞു വീണത്. ആ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുനിസിപ്പാലിറ്റിയിലും താലൂക്കിലും എല്ലാം നമ്മൾ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ നാളിതുവരെ ഒരു അധികാരികളും ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടില്ല. ഒരു അപകടം വരുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയുടെയും താലൂക്കിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ വരുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാരുടെ എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വേണം ഇനിയുള്ള പ്രവർത്തനങ്ങളെങ്കിലും നടക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ കഴിഞ്ഞ ഈ അപകടത്തിൻ്റെ ഈ സ്ഥിതി നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കമ്പിയും ആ സിമെൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും വലിയ ഒരു മതിൽ കെട്ടാൻ ഇത്തിരി ചെറിയ രീതിയിലുള്ള കമ്പിയും സിമെൻറ്റുമാണ് ഉപയോഗിച്ചത്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയോ താലൂക്കിൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെ വിഭാഗം ഇത് അന്വേഷിക്കുകയോ ഇത് അവരുടെ നേതൃത്വത്തിലോ നടന്ന കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. വലിയ തോതിൽ ഇവിടെ ഈ മതിൽ തള്ളി പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം ഇതിന് സമീപത്ത് തന്നെ ഇതൊരു തവണ മണ്ണിടിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഇതിപ്പോഴും ഉള്ളത്. മണ്ണിടിഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിന് സമീപത്ത് നമുക്ക് തൊട്ടടുത്താണ് ഇന്നലെ ഈ മണ്ണ് ഇടിഞ്ഞു വന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിരവധി വീടുകളുണ്ട് ഈ ഭാഗത്ത്. ഇത്തരത്തിൽ ഏതായാലും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം, അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KB ബൈജു, News 18 കാസർഗോഡ്. അതിവേഗ റെയിലിനായി ശ്രീധരൻ സമർപ്പിച്ച ബദൽ പദ്ധതി പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച സർക്കാർ. ഗതാഗത സെക്രട്ടറി അധ്യക്ഷനായ 4-അംഗ സമിതിയാണ് പഠനം നടത്തുക. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കെ വിനയൻ, ഡോക്ടർ C വീരമണി, ശ്രീധർ രാധാകൃഷ്ണൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി NSK ഉമേഷ് IAS മേൽനോട്ടം വഹിക്കും. സാങ്കേതിക, സാമ്പത്തിക, പാരിസ്ഥിതിക വിഷയങ്ങളാണ് സമിതി പരിശോധിക്കുക. സംസ്ഥാനത്ത് എത്രത്തോളം പദ്ധതികളുടെ നേട്ടമുണ്ടാകുമെന്ന കാര്യത്തിലും പരിശോധനയുണ്ടാവും. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഭായ് നസീർ മരിച്ചു. ഗുരുതര ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് തിരുവനന്തപുരം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊലപാതകം, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, പിടിച്ചുപറി, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ.
തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തി പുലിയുടെ സാന്നിധ്യം. ഗൂഡല്ലൂർ മർത്തോമ നഗർ പ്രദേശത്താണ് 2 ദിവസമായി രാപ്പകൽ ഭേദമില്ലാതെ പുലിയെ കാണുന്നത്. ജനങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ്. ആന, കടുവ, പുലി എന്നിവ ഇവിടെ സ്ഥിര സാന്നിധ്യമാണെന്നും നാട്ടുകാർ പറയുന്നു. ജന്തർ മന്ദറിൽ കോക്രോച്ച് പാർട്ടിയുടെ പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രധാനമായും പ്രതിഷേധം. അതുകൂടാതെ മറ്റ് 5 ആവശ്യങ്ങളും CJP മുന്നോട്ട് വെച്ചു. കൃത്യമായ പരിശീലനത്തിന് ശേഷം മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റലൈസേഷൻ, കലാപബാധിത മണിപ്പൂരിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സദറിലെത്തിക്കുക, വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക, കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക, മത്സര പരീക്ഷകളിൽ നീതിയും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുക തുടങ്ങിയവയാണ് അവ. പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ രാവിലെ ഡൽഹിയിലെത്തി. വിമാനത്താവളത്തിൽ ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ CJP നേതാവ് അഭിജിത് ദീപ്കെയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധത്തിന് അനുമതി നൽകിയത്. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചേ മതിയാകൂ എന്ന് അഭിജിത് ദീപ്കെ പറഞ്ഞു. BR അംബേദ്കറുടെ ആത്മകഥയുമായാണ് അഭിജിത്ത് വിമാനത്താവളത്തിൽ എത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.